ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് പുട്ടാണ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിളാണ്, നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനേക്കാളും ഉപരി എൻ്റെ കയ്യിൽ കുറച്ച് ബീഫ് ഉലർത്തിയത് ഇരിപ്പുണ്ടായിരുന്നു. ആ ഉലർത്തിയ ബീഫിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബീഫ് പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഒന്ന് കാണാം. ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ അതേ ആ ഷേപ്പിലുണ്ടാക്കി, ഒന്ന് സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിലുള്ള ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജോജോയ്ക്കും ഇത് എനിക്കും എന്നാണ് ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്കത് കാണാം. ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്, ഞാൻ ഇന്നിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ബീഫ് വേവിച്ചതാണ്. സാധാരണഗതിയിൽ നമ്മൾ ബീഫ് കറി വെക്കുന്നത് പോലെ കുറച്ച് ബീഫ് വേവിച്ചാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ ദിവസം വെച്ച ഒരു ബീഫ് റോസ്റ്റിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. അപ്പോൾ അതിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ ബീഫിനെ നമുക്ക് ഇറച്ചിപ്പുട്ടിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെയുള്ളത് കുറച്ച് ചമ്പാ പുട്ടുപൊടിയാണ്. നമുക്ക് സാധാരണ വേണമെങ്കിൽ വെളുത്ത പുട്ടുപൊടിയിൽ ഉപയോഗിക്കാം. ഇത് ചമ്പാ പുട്ടുപൊടിയാണ് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് പുട്ടിനാവശ്യമായ തേങ്ങ, ഇത് ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ്. ഡ്രൈ ആയിട്ട് ഷ്രെഡ് ചെയ്ത തേങ്ങ ആണ് പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളം, ഇത്രയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ പുട്ടുകുറ്റി, ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇറച്ചി മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പുട്ട് കുഴച്ചിട്ട് പുട്ടുപൊടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് പുട്ടുപൊടി ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം. ബീഫ് ഇവിടെ മിക്സ് ചെയ്തതും തേങ്ങ, ഡ്രൈഡ് തേങ്ങ നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് പുട്ടുപൊടിയുടെ കൂടെ ഫില്ല് ചെയ്യാം. അതിനടിയിൽ ചില്ലിട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് ഡ്രൈഡ് തേങ്ങ, കുറച്ച് മിൻസ്ഡ് ബീഫ്, പിന്നെ പുട്ടുപൊടി ഫില്ല് ചെയ്യാം. ഏകദേശം പകുതിയാകുമ്പോൾ പിന്നെ നമ്മൾ അതേ ലെയർ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഷ്രെഡഡ് കോക്കനട്ട്, മിൻസ്ഡ് ബീഫ്, പിന്നെയും പുട്ടുപൊടി, ഏകദേശം ഫില്ലായി കഴിയുമ്പോൾ മുകളിൽ കുറച്ച് ഷ്രെഡഡ് കോക്കനട്ട് കൊണ്ട് ആ പുട്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ പുട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് വയ്ക്കാം.